ഈ ദൃശ്യങ്ങൾ കണ്ടാലെങ്കിലും കുറവലങ്ങാട്ടെ പഞ്ചായത്ത് അധികൃതർ ഒരു കാര്യം സമ്മതിക്കുമോ എന്ന് കണ്ടറിയണം. കുറവലങ്ങാട് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മത്സ്യ മാർക്കറ്റിൽ തെരുവ് നായ്ക്കൾ സ്വകാര്യ വിഹാരം നടത്തുകയാണെന്നും മാലിന്യ ഭീഷണി ഉണ്ടെന്നുമുള്ള യാഥാർത്ഥ്യം ഈ ദൃശ്യങ്ങളെങ്കിലും പഞ്ചായത്ത് അധികൃതരെ പഠിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. രാപ്പകൽ ഭേദമന്യേ പഞ്ചായത്ത് മാർക്കറ്റിലെ മാലിന്യങ്ങൾ കുന്നുകൂടുകയും ഈ മാലിന്യങ്ങൾ ഇഴജന്തുക്കളും തെരുവ് നായ്ക്കളും വലിച്ചിഴക്കുകയും ചെയ്യുന്ന സാധാരണ കാഴ്ചകളിൽ ഒന്നാണിത്. ശുചിത്വ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോഴാണ് സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ഈ വലിയ ആരോഗ്യ ഭീഷണി നിലനിൽക്കുന്നത് എന്ന് പഞ്ചായത്ത് അധികൃതർക്ക് അറിയായികയല്ല. ഈ സംബന്ധിച്ച് മാധ്യമങ്ങൾ ഒട്ടേറെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ദൃശ്യമാധ്യമങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തെങ്കിലും ഇതൊന്നും അംഗീകരിക്കാനോ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാനോ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല. അധികൃതർ അപ്പോഴും ബോധവൽക്കരണ ശ്രമങ്ങൾ നടത്തി നാടിനെ നന്നാക്കാനുള്ള വെപ്രാളത്തിലാണ്. നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരും വന്നുപോകുന്ന പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്താണ് തെരുവ് നായ്ക്കളുടെ വിളയാട്ടവും സ്വൈര്യവികാരവും ഭീഷണി ഉയർത്തുന്ന പ്രവർത്തനങ്ങളും എന്നുള്ളത് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട്. തെരുവ് നായ്ക്കളുടെ കടിയേറ്റാൽ ജീവൻ തന്നെ പൊലിഞ്ഞേക്കാമെന്ന സാഹചര്യം നിലനിൽക്കവെയാണ് അധികൃതർ ഈ അനാസ്ഥ കാണിക്കുന്നത് എന്നുള്ളത് പ്രശ്നം കൂടുതൽ രൂക്ഷമുള്ളതാക്കി മാറ്റുന്നുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുൻപ് നടത്തിയിരുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചതോടെയാണ് ഈ മാലിന്യങ്ങൾ റോഡിലൂടെയും പഞ്ചായത്ത് മാർക്കറ്റിലൂടെയും വലിച്ചിഴക്കുന്ന അവസ്ഥ സംജാതമായത്. മാലിന്യ സംസ്കരണ പ്ലാന്റ് നന്നാക്കി പ്രവർത്തനം നടത്തുന്നതിന് പഞ്ചായത്ത് അധികൃതർ തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതിനൊപ്പം തന്നെ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനോ മാലിന്യ ഭീഷണി ഒഴിവാക്കാനോ ചെറുവിരൽ അനക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രതിഷേധത്തിന് വകവച്ചിരിക്കുന്നത്. എല്ലാ ബജറ്റുകളിലും മാലിന്യ സംസ്കരണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമായി സ്വകാര്യ വ്യക്തികൾക്കടക്കം ഫണ്ട് വകയിരുത്തുന്ന പഞ്ചായത്ത് സ്വന്തം കാര്യമെങ്കിലും കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ആശ്വസിക്കുകയാണ് സാധാരണ ജനങ്ങൾ.